നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് SCERT ചോദ്യങ്ങൾക്ക് ഏറെ മുൻതൂക്കം നൽകി 2019 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഹോർമോൺ ഈസ് ഇൻജെക്റ്റഡ് ഇൻ പ്രഗ്നന്റ് വിമൻ ഡ്യൂറിംഗ് ചൈൽഡ് ബർത്ത്? ഓക്സിറ്റോക്സിൻ ആണ്. ഓക്സിറ്റോക്സിൻ. In the electrical circuit of a house, the fuse is used. അപ്പോൾ ഫ്യൂസ്, വീടുകളിൽ ഫ്യൂസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സേഫ്റ്റി ഡിവൈസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ആസ് സേഫ്റ്റി ഡിവൈസ്. ഡ്രിങ്കിങ് സോഡ. അപ്പം ഡ്രിങ്കിങ് സോഡ എന്ന് പറയുന്നത് ഏത് നേച്ചറാണ്? ഡ്രിങ്കിങ് സോഡ എന്ന് പറയുമ്പോൾ കാർബോണിക് ആസിഡ് ആണ്, ആസിഡിക് നേച്ചർ ആണ്. എ ക്രോസ് ബിറ്റ്വീൻ ഹൈബ്രിഡ് ആൻഡ് ഐദർ ഓഫ് എനി പാരന്റ്, ഡോമിനന്റ് ഓർ റെസസീവ് ഈസ് കോൾഡ്. അപ്പം ഹൈബ്രിഡും അതുപോലെ ഡോമിനന്റ് അല്ലെങ്കിൽ റെസസീവ് ഏതെങ്കിലും ഒരു പാരന്റിന്റെ ക്രോസിനെ പറയുന്ന പേര് ബാക്ക് ക്രോസ് എന്നാണ്. ബാക്ക് ക്രോസ്. വിച്ച് മെറ്റൽ ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് പവർഫുൾ ആൻഡ് ലൈറ്റ് വെയ്റ്റ് മാഗ്നറ്റ്സ്? നിയോഡിമിയം. നിയോഡിമിയം ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് as റോയൽ ഡിസീസ്? റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫിലിയ. ഹീമോഫിലിയാണ് രാജകീയ രോഗം എന്ന് അറിയപ്പെടുന്നത്. ക്രിസ്മസ് രോഗം മുതലായ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ്? ഹീമോഫിലിയ. എ മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഗാൽവനിക് സെൽ. ഗാൽവനിക് സെല്ലിന്റെ ഒരു മോഡേൺ കൺസെപ്റ്റ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ദ എബിലിറ്റി ഓഫ് എ ലിക്വിഡ് അറ്റ് എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചർ ടു ഫ്ലോ അപ്വേർഡ്സ് ഓവർകമ്മിങ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ആ ഒരു എബിലിറ്റിയെ പറയുന്ന പേര് സൂപ്പർ ഫ്ലൂയിഡിറ്റി. സൂപ്പർ ഫ്ലൂയിഡിറ്റി. The scientist who first sent electromagnetic waves to distant places is തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ ആണ്. In eye donation, which one of the following parts of donor's eye is utilized? കോർണിയയാണ്. കോർണിയ. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടൻ തന്നെ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 20th ഒക്ടോബറിന് ഒരു 70 days ബാച്ച് കോഴ്സ് 12th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ CPU എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ ടോട്ടൽ 19% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ LDC മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഒക്ടോബർ 21 ഒരു 30 days റിവിഷൻ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിവിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ബിഗിനേഴ്സ് ബാച്ച് ഒരു 150 days ഫൗണ്ടേഷൻ ബാച്ച് ഒക്ടോബർ 30 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ LD ടൈപ്പിസ്റ്റിന് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിസർച്ച് ഓഫീസറിന് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, LGS മെയിൻസ് എക്സാമിനൊക്കെ സെപ്പറേറ്റ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളൊരു ഓഫർ എന്ന് പറയുന്നത് ഈ 20th, അതായത് 19th 20th ഒക്ടോബറിൽ ഇന്ന് വരെയുള്ള ഓഫറാണ്. നിങ്ങൾ 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 2 മാസം നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നതാണ്. അതായത് 14 months സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. പഞ്ചായത്തി രാജ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കേരള. ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്. ആൻസർ 1994. The Constitution Amendment, which is known as Mini Constitution. Mini Constitution എന്നറിയപ്പെടുന്നത് 42nd Amendment ആണ്. 42nd Amendment. The Viceroy who passed the Vernacular Press Act in 1878. ആരാണ്? നാട്ടുഭാഷാ പത്ര നിയമം 1878 പാസ്സാക്കിയത് ലോർഡ് ലിട്ടൺ. Who is the author of a short history of peasant movement in Kerala? ആരാണ് എഴുതിയത്? EMS ആണ്. EMSന്റേതാണ് ഈ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള. സർദാർ സരോവർ ഡാം ഇസ് ബിൽറ്റ് അക്രോസ് ദ റിവർ നർമ്മദ. നർമ്മദ നദിക്ക് കുറുകെയാണ് സർദാർ സരോവർ ഡാം. ഹൗ മെനി കൺട്രീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഫിഫ റഷ്യൻ വേൾഡ് കപ്പ് 2018? 32 കൺട്രീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് വിമൻ പ്രസിഡന്റ് ഓഫ് INC? മിസസ് ആനി ബെസന്റ്. മിസസ് ആനി ബെസന്റ് ആണ്. ഹു ഇൻവെന്റഡ് ഇലക്ട്രോൺ? ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? JJ തോംസൺ. JJ തോംസൺ ആണ്.
ഫൗണ്ടർ ഓഫ് സത്യശോധക് സമാജ്. സത്യശോധക് സമാജിന്റെ ഫൗണ്ടർ ജ്യോതിറാവു ഭൂലെ. ജ്യോതിറാവു ഭൂലെ. Which among the following days is observed as World Meteorological Day? ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23. മാർച്ച് 23. In 1864, John Lawrence, the Viceroy of India, officially moved his council to ഷിംല. ഷിംലയിലേക്കാണ് മാറ്റിയത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ. ഡെറാഡൂൺ ആണ്. അണ്ടർ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഗാന്ധിജി റീച്ച്ഡ് ദണ്ഡി. അപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിയത് എന്നാണ്? 6th April 1930. 6th April 1930. The famous image of Bharat Mata first created ബെങ്കിൻ ചന്ദ്ര ചതോപദായി. ബെങ്കിൻ ചന്ദ്ര ചതോപദായി. പുതുവൈ പിറ commenced in memory of floods of 1341. 1341 വെള്ളപ്പൊക്കം. പുതുവൈപ്പിൻ ഇറ. The largest freshwater lake in Kerala ഏതാണ്? ശാസ്താംകോട്ട ലേക്കാണ്. ശാസ്താംകോട്ട കായൽ. ഗേറ്റ് വേ ഓഫ് ബംഗാൾ. ബംഗാളിന്റെ ഗേറ്റ് വേ എന്നറിയപ്പെടുന്നത് തെലിയാഗാർഹി. തെലിയാഗാർഹിയാണ്. The cyclonic storm that hit Andhra Pradesh and Tamil Nadu coast on 16th December 2018. ഫെതായ്. ഫെതായി ആണ്. ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് സ്ട്രൈക്ക് ഇൻ ഇന്ത്യ ഏതാണ്? ഹൗറ റെയിൽവേ സ്റ്റേഷൻ വർക്കേഴ്സിന്റെ സ്ട്രൈക്കാണ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് സ്ട്രൈക്ക് ഇൻ ഇന്ത്യ. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ്. റിവർ ദാറ്റ് ഫ്ലോസ് ഈസ്റ്റ് വേർഡ് ഡിറക്ഷൻ. കിഴക്കോട്ട് ഒഴുകുന്നത് പാമ്പാർ. പാമ്പാർ ആണ്. പീകോക്സ് ഹാബിറ്റാറ്റ് ഡ്രൈ ഡെസ്യൂഡിയസ് ഫോറസ്റ്റിലാണ് പീകോക്സുകളുടെ ഹാബിറ്റാറ്റ്. ദ ഒൺലി ലൈവ് വോൾക്കാനോ ഇൻ ഇന്ത്യ. ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തു, കാരണം ആൻഡമാനിലെ ബാരൻ ഐലൻഡിലാണ്. രണ്ടും ഉത്തരവായിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഡിലീറ്റ് ചെയ്തു. ബേസ്ഡ് ഓൺ രംഗരാജൻ കമ്മിറ്റി, പോവർട്ടി ലൈൻ ഇൻ റൂറൽ ഏരിയാസ് പെർ ഡേയിൽ 32 rupees ഏൺ ചെയ്യുന്നവരെയാണ് പോവർട്ടി ലൈനിലേക്ക് രംഗരാജൻ കമ്മിറ്റി ഉൾപ്പെടുത്തിയത്. ഇന്ത്യസ് ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് നടന്ന വർഷം 1881. 1881 റിപ്പൺ പ്രഭുവിന്റെ കാലത്താണ്. ദ അപ്പെക്സ് ബോഡി ടു കോർഡിനേറ്റ് ദ റൂറൽ ഫിനാൻഷ്യൽ സിസ്റ്റം നബാർഡ് ആണ്. നബാർഡ്. ഗോൾഡൻ റെവല്യൂഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് സെക്ടർ? ഹോർട്ടികൾച്ചർ. ഹോർട്ടികൾച്ചർ. The scheme introduced to cover insurance for the benefit of workers in the informal sector. രാഷ്ട്രീയ സ്വാസ്ഥിക ബീമാ യോജന. രാഷ്ട്രീയ സ്വാസ്ഥിക ബീമാ യോജന. എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എനാക്റ്റഡ്. എനാക്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പാസ് ചെയ്തത് 2005. The unique phenomenon of a temple, a church, a mosque and a synagogue situated adjacent to one another within the same compound. എവിടെയാണ്? ചെന്നമംഗലത്താണ്. ചെന്നമംഗലം. Who is called the father of Indian Constitution? Dr. B.R. Ambedkar ആണ്. Part 4 of the Indian Constitution deals with DPSP, Directive Principles of State Policy. Who is the head of the Indian Republic? Indian Republicന്റെ ഹെഡ് ആരാണ്? President of India ആണ്. President of India. What is the maximum strength of the Rajya Sabha as per constitutional provisions? 250 ആണ് maximum strength of Rajya Sabha. Who appoints the judges of the Supreme Court? ആരാണ്? President ആണ് സുപ്രീം കോടതി ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. When NHRC National Human Rights Commission set up 1993 1993 October 12th. Who conducts examination for appointments to services of the Union? UPSC ആണ്. Union Public Service Commission. Which article deals with right to equality? Right to equality 14 to 18. 14 to 18. Which among the following is considered as the basis of socio-economic democracy in India? DPSP ആണ്. Directive Principles of State Policy. അവസാനത്തെ ചോദ്യം, നീതി ആയോഗ് റീപ്ലേസ് ഏതിനെയാണ് നീതി ആയോഗ് റീപ്ലേസ് ചെയ്തത്? പ്ലാനിംഗ് കമ്മീഷനെയാണ് റീപ്ലേസ് ചെയ്തത്. അപ്പോൾ നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ എക്സാമിന് ചോദിച്ചത്. ഒരുപാട് SCRT ഫാക്ട്സും ഉണ്ടായിരുന്നു. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.